ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഒരു ഇത്ര ഭാഗം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്ര ഭാഗം ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തേക്കുന്ന പെൻസിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്രൗൺ കളർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡിൽ കൂടെയൊക്കെ, ആ ഒരു കവിളിൻ്റെ സൈഡിൽ കൂടെ, ആ മൂക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് തന്നെ ബ്ലാക്ക് പെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സ്കിൻ കളറായിട്ട് നമ്മൾ 3 കളറിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ 3 കളർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബേബി പിങ്ക് എന്ന് പറഞ്ഞ കളർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രോയിങ്ങിൽ. കാരണം നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് ഒരു പിങ്ക് കളർ മൊത്തത്തിൽ നമുക്ക് ഒരു റോസ് പോലത്തെ ഒരു കളർ നമുക്ക് ഫേസിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ വരയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ണിൻ്റെ ഭാഗം വരച്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ആ ഒരു കണ്ണിൻ്റെ സൈഡിൽ കൂടെയുള്ള ഷെയ്ഡൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അതിന് മുകളിൽ കൂടെ നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അതായത് കണ്ണിൻ്റെ ഫുള്ളായിട്ടല്ല കേട്ടോ, കണ്ണിൻ്റെ ആ സൈഡിൽ കൂടെ വരുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ നമ്മൾ ഡയറക്റ്റ് തന്നെ ഒരു ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വയലറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ആദ്യം കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് അതിന് മുകളിൽ കൂടെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരച്ചാലും മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണ് വരയ്ക്കുമ്പം കണ്ണിൽ ചെറിയൊരു ലൈറ്റ് ഏരിയാസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അതേപോലെ തന്നെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമാണ് ഷെയ്ഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുവാണ് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഭാഗങ്ങളൊക്കെ. അപ്പം അവിടെ കുറച്ചൊന്ന് നല്ല രീതിയിൽ തന്നെ ഡാർക്കായിട്ട് കൊടുക്കണം. നിങ്ങളെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു മൂവിയിൽ 2-3 ഇമേജ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കളർ പെൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതിലെ കളേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത്, അതായത് ഈ ഫോട്ടോയുടെ കളറും എൻ്റെ കയ്യിലിരിക്കുന്ന കളർ സെറ്റും ഒരുപോലെ എനിക്ക് തോന്നി. കളർ മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും എളുപ്പമായിട്ട് തോന്നുക. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കളർ പെൻസിൽ ഡ്രോയിങ്ങിനെ കുറിച്ചൊന്നും ആരും അങ്ങനെ ഡൗട്ട് ചോദിച്ച് കാണുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഡ്രോയിങ് നിങ്ങൾ ചെയ്ത് നോക്കിയോ എന്നുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതലായിട്ട് ചെയ്യുന്നുള്ളൂ. നേരത്തെ നമുക്ക് ഒരുപാട് സമയം വേണ്ട ഒരു കാര്യമാണ് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം മാത്രമേ ഞാൻ ഈ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരാളത് കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഏത് കളർ ഉപയോഗിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കളർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചിലർ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മൾ സ്കിൻ കളർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ കളർ ഉപയോഗിച്ച് നമ്മൾ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യുമല്ലോ. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നുകൂടെ ആ ഒരു കളർ ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അതായത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പേപ്പർ സ്റ്റാമ്പൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു കളർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് പേപ്പർ സ്റ്റാമ്പ് അങ്ങനെ മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ പെൻസിൽ ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കിൻ കളർ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ടൈപ്പ് സ്കിൻ കളർ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ കളറുണ്ട്. അപ്പോൾ ആ കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്ന ആ കളർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ബ്ലെൻഡ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബേബി പിങ്ക് എന്ന് പറഞ്ഞ ഈ കളർ ഉപയോഗിച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ആ ഒരു പിങ്ക് കളറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് നിൽക്കുന്ന രീതിയിൽ തോന്നുന്നൊരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ണിന് ചുറ്റുമുള്ള ഒരു ഭാഗത്തൊക്കെ നമ്മൾ ബ്രൗൺ കളറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു നെറ്റിയും ആ കൈയും കൂടെ ചേരുന്ന ഒരു ഭാഗത്ത് ഒരു ബ്രൗൺ കളർ നല്ലപോലെ വരുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ആദ്യം സ്കിൻ കളർ കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ ബേബി പിങ്ക് എന്ന് പറഞ്ഞ കളർ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബ്രൗൺ കളർ ഒരുപാട് ആയി പോകല്, കാരണം നമുക്ക് കളർ പെൻസിൽ ആയതുകൊണ്ട് മായ്ക്കാനൊന്നും സാധിക്കില്ല. അപ്പം ഇത്തിരി ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫോട്ടോയായിട്ട് നോക്കിയിട്ട് ആ ഒരു കളർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ഒരു ലെയറോടെ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കളർ പെൻസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞാൽ മായ്ക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്താണെങ്കിൽ പോലും അവിടെയും കുറച്ച് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളാണ്, അതായത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് പോലെ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയും നമുക്ക് ആ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ തന്നെ കൊടുക്കുക, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്താൽ മതി. ആദ്യം സ്കിൻ കളർ, അതിന് ശേഷം ആ ഒരു പിങ്ക് കളർ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ ബ്രൗൺ കളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം ആ രീതിയിൽ ഓരോ ലെയറായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് നെറ്റിയുടെ ആ ഭാഗത്ത് അതുപോലെ കവിളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ ഒരുപാട് ഷെയ്ഡ് ചെയ്യാണ്ട് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ കൈയുടെ ആ ഭാഗം, അതായത് കൈയും ആ നെറ്റിയും കൂടെ ചേരുന്ന ആ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, അവിടെ കുറച്ച് ഡാർക്കാക്കി കൊടുക്കാനും ശ്രമിക്കുക. അപ്പം ഓരോന്നും വളരെ ലൈറ്റായിട്ട് തന്നെ ചെയ്ത് തുടങ്ങുക. എന്നിട്ട് വേണം ഒരു ലെയറായിട്ട് വേണം ആ കട്ടി കൂട്ടി നമ്മൾ എടുക്കാൻ വേണ്ടി, ആ കളറിൻ്റെ കട്ടി കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ലെയറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ഒരുപാട് കട്ടി, അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് അമർത്തി പിടിച്ച് ചെയ്യാണ്ട് തീരെ ലൈറ്റായിട്ട് തന്നെ ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്, ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ ആ ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് ആ മൂക്കിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു താഴ്ഭാഗത്ത് ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു കളർ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അത് നോക്കുന്ന സമയത്ത്, ആ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അവിടെയൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പം ആ ഒരു ഭാഗമൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കളർ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മൂക്കിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ആ ഒരു ഭാഗവും പിന്നെ അതുപോലെ കണ്ണിനോട് ചേർന്ന് വരുന്ന ആ ഒരു കണ്ണിൻ്റെ പിരിവും അതുപോലെ തന്നെ ആ മൂക്കിൻ്റെ ആ ഒരു ഷെയ്ഡിങ്ങും ഒക്കെ അവിടെ ചേർന്ന് വരുന്ന ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു കളർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്കിൻ കളർ നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കളർ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ്ങൊക്കെ ഈ പറഞ്ഞ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ സാധാരണ ഡ്രോ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ കുറേ സമയം വേണ്ടി വരും, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അതിൻ്റെ കൂടുതൽ സമയം തന്നെ നമുക്ക് ഈ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി കുറേ സമയം തന്നെ വേണ്ടി വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം തന്നെ നമുക്ക് ഈ ഒരു കളർ പെൻസിൽ ഡ്രോ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഷെയ്ഡിങ് ആയിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് അത്ര രീതിയിൽ സമയം പോകേണ്ട ഒരു കാര്യം തന്നെയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സമയം നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതിന് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പം നമ്മൾ സാധാരണ ഡ്രോയിങ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സെറ്റ് അല്ലെങ്കിൽ ഈ കളർ പെൻസിൽ ആകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി നമുക്ക് എന്തുമാത്രം സമയം വേണ്ടി വരും എന്നുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയാലും അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നാലും അത് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സമയം വെച്ചിട്ട് ആ സമയത്തിനുള്ളിൽ തീർക്കാവുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഇരിക്കില്ല. കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രോയിങ് എങ്ങനെയും തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളതിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നല്ല രീതിയിൽ ആ ഡ്രോയിങ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാനുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ കുറച്ച് വേഗത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ഡ്രോയിങ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അടിപൊളിയായിട്ടൊന്നും വരയ്ക്കാനായിട്ട് സാധിക്കണം നിർബന്ധമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു ഡ്രോയിങ് നിങ്ങളൊരു 3 ദിവസമൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയാൽ മതി, അതായിരിക്കും നല്ലത്. നിങ്ങൾ ഫുള്ളായിട്ട് 3 ദിവസം ഇരുന്ന് വരയ്ക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ആ സമയത്ത് മാത്രം ഡ്രോയിങ് ചെയ്യുക, ബാക്കിയുള്ള സമയത്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നടക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. കാരണം നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റയിരിപ്പിൽ തീർക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് നമുക്ക് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അങ്ങനെ ഇരുന്നാൽ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും സ്വാഭാവികമായിട്ടും. കാരണം അങ്ങനെ മടുപ്പ് തോന്നിയാൽ നമുക്ക് പിന്നെ ഡ്രോയിങ്ങിലുള്ള ഇഷ്ടവും കുറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കുറച്ച് ഷെയ്ഡിങ് കൂടുതൽ വരുന്ന ഭാഗങ്ങളാണ്. അതേസമയം ആ മൂക്കിൻ്റെയും ആ കണ്ണിൻ്റെയൊക്കെ ആ ഒരു താഴെയായിട്ട് വരുന്ന ഭാഗത്തില്ലേ, അതായത് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ തൊട്ട് അപ്പുറത്ത് വരുന്ന ഭാഗത്ത് കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയാസാണ് വരുന്നത്. അപ്പം അവിടെ തീരെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ അവിടെ തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്താണെങ്കിൽ പോലും ഓരോ ലെയറായിട്ട് പതിയെ ആ ഒരു ഷെയ്ഡിങ് അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ മതി.
അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇത്ര ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്തൊരു പാർട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ, ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിന് മുമ്പത്തെ പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതായത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ ഈ പാർട്ട് കണ്ടിട്ട് ഇത് വരയ്ക്കുക. അങ്ങനെ ഓരോ പാർട്ടും ഇതിലിടുന്ന ഓരോ പാർട്ടും നിങ്ങൾ കണ്ടിട്ട് അതുകൊണ്ട് വരച്ച് പോവുക, ഫോളോ ചെയ്ത് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആർട്ടിസ്റ്റായി മാറാൻ ഈ ഒരു ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.